വെൽക്കം ബാക്ക് ടു ഉമേഷ് എസ് കെ. ഈ ഒരു ഭാഗത്ത് നമ്മളൊരു സ്റ്റെയർ കേസ് പണിയാൻ പോവുകയാണ്. 6 വരി ലെയറിലാണ് സ്റ്റെയർ പണിയാൻ പോകുന്നത്. അപ്പോൾ വുഡിൻ്റെ മാസ്റ്റർ കാല് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുന്നത്. 6 മീറ്റർ സ്റ്റെയർ കേസാണിത്, ലാൻഡിങ് ഉൾപ്പെടെ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഒരു മാസ്റ്റർ കാല് സെറ്റ് ചെയ്യണം. വുഡിൻ്റെ മാസ്റ്റർ ലെഗാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 2500 രൂപയാണ് ഈ ഒരു മാസ്റ്റർ ലെഗിൻ്റെ വില. ടെമ്പർ ടൈലായിരുന്നു, പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അതാണ് ഈ ഡ്രില്ലിനകത്ത് വെച്ച് പൊട്ടിച്ചെടുക്കുന്നത്. മാസ്റ്റർ കാല് കൊടുക്കുന്ന 2 ഇഞ്ച് സ്ക്വയർ ട്യൂബിലാണ്. സാധാരണ നമ്മൾ ഡ്രില്ലിലാണിത് ഹോൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ടെമ്പർ ടൈലായതുകൊണ്ട് നമ്മൾ ഗ്രൈൻഡറിനകത്തൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. സംഭവം പുലിയായിരുന്നു സംഭവം. ഇപ്പോൾ 2 ഇഞ്ചിൻ്റെ മാസ്റ്റർ ലെഗ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുകയാണ്. ടോപ്പിൽ നമ്മൾ വുഡ് ക്യാപ്പാണ് കൊടുക്കുന്നത്. അപ്പം മാസ്റ്റർ ലെഗിന് ഹൈറ്റ് കുറവായതുകൊണ്ട് നമ്മൾ തുണ്ടിട്ട് 1 ഇഞ്ചിൻ്റെ ട്യൂബ് ഇങ്ങനെ വെച്ച് സൈഡിൽ വെച്ച് ഹൈറ്റ് കൂട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ കറക്റ്റ് നമുക്ക് ഒരു 32 ഇഞ്ച് ഹൈറ്റ് കിട്ടുന്നുണ്ട്. മാസ്റ്റർ കാലും സെറ്റ് ചെയ്ത് നമ്മൾ ടോപ്പറെല്ലാം ഓട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ 1 ഇഞ്ചിൻ്റെ കാല് കൊടുക്കണം. ടോപ്പറയിൽ ഓട്ടിക്കുന്നതും കൂടി കാണിക്കുന്നില്ല, കാര്യം വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് നമ്മൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാണ്. ഒരിഞ്ചിൻ്റെ കാല് സെറ്റിങ്ങാണ്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 2 ഇഞ്ച് മാസ്റ്റർ ലെഗ്, 1 ഇഞ്ചിൻ്റെ സാധാ കാല്, പിന്നെ ലെയറായിട്ട് കൊടുത്തിരിക്കുന്നത് 1/2 ഇഞ്ച് സ്ക്വയർ ട്യൂബാണ്.
പൊരിഞ്ഞിൻ്റെ കാലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ലെയറിന് വേണ്ടിയുള്ള ട്യൂബ് കട്ട് ചെയ്തിട്ട് അറ്റം ബോൾ വെച്ച് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മളിത് ബോൾ വെച്ചിട്ട് ബഫ് ചെയ്തെടുക്കുമ്പം പിന്നെ പണി കുറവായിരിക്കും. അത് മാത്രമല്ല പിന്നെ മൂലയ്ക്ക് നിന്നൊക്കെ ബഫ് ചെയ്യാനൊക്കെ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് നേരത്തെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോളെല്ലാം നമ്മളിങ്ങനെ ബഫ് ചെയ്തെടുക്കുകയാണ്. എല്ലാം ബഫ് ചെയ്ത് ഓരോ സെക്ഷനായിട്ട് അടുക്കി വെച്ചിരിക്കുക. ഇപ്പോൾ ലാൻഡിങ് ഭാഗത്ത് 6 വരി ലെയർ നമ്മൾ വെച്ചിട്ടുണ്ട്. അവസാനത്തെ ഫിനിഷിംഗ് വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫുള്ള് ബഫ് ചെയ്യുകയാണ്. ക്യാപ്പ് സെറ്റിംഗ് ആണ്. ഇത് അരാൾഡേറ്റ് പശ വെച്ചാണ് നമ്മളിത് ഒട്ടിച്ച് നിർത്തുന്നത്. അരാൾഡേറ്റ് പശ ഈ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഈ വുട്ടിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഈ മാസ്റ്റർ ലെഗിലോട്ട് ഇങ്ങനെ അടിച്ചടിച്ചെടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ വർക്ക്. ഫുൾ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ വീഡിയോ വയ്ക്കുന്നെങ്കിൽ ഇതുപോലെ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ സ്റ്റെയർ ചെയ്ത് മനോഹരമാക്കുക. ഇതുപോലെ വുഡ് ക്യാപ്പൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റെയർ പണിഞ്ഞെടുക്കാം. Thank you for watching.